ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിഷ്ണു സഹസ്രനാമത്തിൽ 10 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 11ാമത്തെ ശ്ലോകം. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുതഃ വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃതഃ. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുതഃ വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃതഃ. അജഃ സർവേശ്വരഃ സിദ്ധഃ സിദ്ധിഃ സർവാദിഃ അച്യുതഃ വൃഷാകപിഃ അമേയാത്മാ സർവയോഗ വിനിസൃതഃ. ഇങ്ങനെ 9 പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത്. ആദ്യം അജഹ ന ജഹ, ജന്മമില്ലാത്തവൻ, ജനിച്ചിട്ടില്ലാത്തവൻ അഥവാ ജനിക്കാത്തവൻ. അജോ നിത്യ ശാശ്വതോയം പുരാണഃ എന്ന് ശ്രുതി സ്മൃതികളൊക്കെ ആവർത്തിച്ചു പറയും. സകല ഉപാധികളും ജനിക്കുന്നതാണ്, ജനിക്കുന്നതിനൊക്കെ നാശവുമുണ്ട്. അതിനടിസ്ഥാനമായിരിക്കുന്ന ഉണ്മ സത്യം ജനിക്കുന്നതുമല്ല നശിക്കുന്നതുമല്ല. അപ്പൊ എല്ലാ ജനികൾക്കും എല്ലാ മൃതികൾക്കും അപ്പുറമുള്ള അടിസ്ഥാനമായ ഉണ്മ സത്യസ്വരൂപം, അതാണ് അജഹ, ജന്മരഹിതൻ എന്നർത്ഥം. ആ ജന്മരഹിതൻ സർവേശ്വരനാണ്. സർവേശ്വര, സർവത്തിനെയും ഈശനം ചെയ്യുന്നവനാണ്. സർവചരാചര പ്രപഞ്ചവും ആരുടെ നിയമനത്തിന് വിധേയമാണോ ആ പരമാത്മാവാണ്, ആ പരമേശ്വരനാണ് സർവേശ്വരൻ. അഥവാ സർവവും ഈശ്വരനും ആരോ അവൻ സർവേശ്വരൻ. സർവേഷാം ഈശ്വര, സർവരുടെയും ഈശ്വരൻ എന്ന് ആദ്യം പറഞ്ഞ അർത്ഥം. ഇപ്പൊ പറയുന്നു സർവശ്ച അസൗ ഈശ്വരശ്ച ഇതി സർവേശ്വരൻ. സർവനുമാണ് ഈശ്വരനുമാണ്. സർവശബ്ദം നേരത്തെയും വന്നു, എല്ലാം ആയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. സർവഹ, ശർവഹ, ശിവഹ എന്നീ ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സർവവുമായിരിക്കുന്നു, അതേസമയം ഈശ്വരനുമാണ്. ഇതിന് വളരെ സൂക്ഷ്മാർത്ഥമുണ്ട്. കാരണം ഒരേ സമയത്ത് എല്ലാമായിരിക്കുകയും എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും, സൃഷ്ടിജാലമായിരിക്കുകയും ആ സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കുകയും ഒരേ സമയം ചെയ്യുന്ന സ്വരൂപം ആരുടേതോ അവൻ സർവനുമാണ്, ഈശ്വരനുമാണ്. അങ്ങനെ സർവേശ്വര എന്നുള്ള വളരെ ശ്രേഷ്ഠമായ ശബ്ദം നമുക്ക് കിട്ടും. ഇനി സാമാന്യമായിട്ട് സർവേഷാം ഈശ്വര, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാവരുടെയും ഈശ്വരൻ എന്നുള്ള അർത്ഥവും എടുക്കാം. സിദ്ധഃ, സിദ്ധൻ, അപരിമേയമായ സിദ്ധിയോടൊത്തവൻ.
എല്ലാം ആർക്ക് സിദ്ധമാണോ അവൻ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്പത്തി സ്ഥിതി ലയങ്ങൾ ആർക്ക് സിദ്ധമോ അവൻ. അഥവാ സർവ ഐശ്വര്യങ്ങളും തികഞ്ഞവനാരോ അവൻ സിദ്ധൻ. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സിദ്ധനും ഈശ്വരനും അഭിന്നരാണ്. ഈശ്വര സാക്ഷാത്കാര സമ്പന്നരായ സിദ്ധന്മാരും തത്വവിജ്ഞാനികളായ സിദ്ധന്മാരും ഈശ്വരനും അഭിന്നരാണ്. ആ നിലയ്ക്ക് സിദ്ധൻ ഭഗവാൻ തന്നെയാണ്. സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കപിലനാണെന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കും. സിദ്ധാനാം കപിലോ മുനി എന്ന്. അപ്പൊ സിദ്ധനുമായിട്ട് അനന്യത ഭഗവാന് വരുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ നമുക്ക് സിദ്ധശബ്ദം കാണാം. പ്രപഞ്ചം മുഴുവൻ ആർക്ക് സിദ്ധമാണോ, അഥവാ സർവ ഐശ്വര്യങ്ങളും ആർക്ക് സിദ്ധമാണോ അവനാണ് സിദ്ധൻ, സിദ്ധ. അപ്പൊ സിദ്ധനിൽ നിന്ന് ഭിന്നമാണോ സിദ്ധി? അല്ല. അതാണ് സിദ്ധ എന്ന് പറഞ്ഞ ഉടനെ സിദ്ധിഹി എന്ന് പറയുന്നു. സകല സിദ്ധികളുടെയും രൂപത്തിൽ നിലകൊള്ളുന്നവൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ സിദ്ധിയാണ്. എല്ലാം അവിടുത്തെ സിദ്ധിയാണ്. അതുകൊണ്ട് സർവസിദ്ധിരൂപനായിരിക്കുന്നവൻ എന്ന് പറയാം. ഇനി മറ്റൊരർത്ഥത്തിൽ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധി ആർക്ക് പ്രാപ്തമാണോ അവൻ. അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാ തഥാ പ്രാപ്തി പ്രാകാമ്യമീശിത്വം വശിത്വം ച അഷ്ടസിദ്ധയ. 8 ഐശ്വര്യ സിദ്ധികളെ പറ്റി പറയും. അണുസമമായ ഭാവത്തെ പ്രാപിക്കുക, ബൃഹദാകാരത്തെ പ്രാപിക്കുക, ഒട്ടും ഭാരമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുക, അത്യന്തം ഭാരമുള്ള അവസ്ഥയെ പ്രാപിക്കുക, ഇച്ഛിക്കുന്നിടത്തൊക്കെ പ്രാപിക്കുക, ഇച്ഛിക്കുന്നതെല്ലാം നേടുക, എല്ലാവരെയും തൻ്റെ നിയന്ത്രണത്തിൽ വെക്കുക, എല്ലാവരെയും വശീകരിക്കുക. ഇങ്ങനെ 8 ഐശ്വര്യ സിദ്ധികൾ പ്രസിദ്ധങ്ങളാണ്. ഈ സിദ്ധിയുടെ സ്വരൂപത്തിൽ നിലകൊള്ളുന്നതും ഭഗവാൻ തന്നെയാണ്. അഥവാ സർവസിദ്ധികളും ആർക്ക് വശകങ്ങളാണോ അവൻ സിദ്ധിയാണ്. അപ്പൊ സിദ്ധനും സിദ്ധിയും ഭിന്നങ്ങളല്ല എന്ന് കാണിക്കാനാണ് സിദ്ധ പറഞ്ഞ ഉടനെ സിദ്ധി പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധേയമാണ്. സർവാദിഹി, സർവേഷാം ആദിഹി, എല്ലാത്തിനും ആദിയായ, എല്ലാത്തിനും ആദി കാരണമായ, എല്ലാത്തിൻ്റെയും ആരംഭമായ എന്നൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഇപ്പൊ സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും എന്തിൽ നിന്നാണോ ആരംഭിക്കുന്നത്, അഥവാ എവിടെ നിന്നാണോ ആരംഭിക്കുന്നത്, ആ സർവാരംഭ സ്വരൂപമാണ് സർവാദി. സർവത്തിനും ആദിയായ എന്നർത്ഥം. നേരത്തെ നമ്മൾ വിശ്വരേതാഹ എന്ന് പറഞ്ഞു. സമാന അർത്ഥമാണ് സർവാദി എന്നുള്ളതിന് വരിക. അവിടെ എല്ലാ പ്രപഞ്ചവും ആവിർഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പരിണാമം അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം വരാം. അങ്ങനെ പരിണാമം സംഭവിച്ചാൽ നിശ്ചയമായും നശിക്കുമല്ലോ. ഈ സംശയം വരാം എന്നുള്ളത് കൊണ്ട് ഉടനെ പറയുകയാണ് അച്യുതഃ, ഒരിക്കലും ച്യുതിയില്ലാത്തവൻ, ഒരിക്കലും ക്ഷയനാശങ്ങൾ ഇല്ലാത്തവൻ. അപ്പൊ സർവാദിയാണെങ്കിലും അവിടെ സ്വതവേ യാതൊരു പരിണാമവുമില്ല. സ്വയം പരിണാമരഹിതമായിട്ടാണ് എല്ലാമായി തീർന്നിട്ടുള്ളത്. അതിനാണ് വേദാന്ത ശാസ്ത്രത്തിൽ വിവർത്തം എന്ന് പറയും. സ്വയം പരിണാമരഹിതമായി ഇരിക്കെ തന്നെ സകലതുമായി കാണപ്പെടുന്നു എന്ന്. അതുകൊണ്ട് സർവാദിയാണെങ്കിലും അച്യുതനാണ്, ഒരിക്കലും ച്യുതി, നാശം, ക്ഷയം ഇല്ലാത്തവനാണ്.
അച്യുത. വൃഷാകപിഹി. വൃഷാകപിഹി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ശബ്ദമാണ്. വൃഷസ്വരൂപനും കപിസ്വരൂപനുമായവനാരോ അവനാണ് വൃഷാകപി. വൃഷസ്വരൂപൻ എന്ന് പറയുമ്പോ വർഷണാത് വൃഷ എന്ന് പറയാം. വർഷിക്കുന്നവനാണ് വൃഷ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ മഹിമകളെയും വർഷിച്ചു നൽകുന്നവൻ. ഈ അർത്ഥത്തിലാണ് ധർമ്മത്തിന് പര്യായമായിട്ട് വൃഷശബ്ദം ഉപയോഗിക്കുന്നത്. വൃഷശബ്ദത്തിന് കാള എന്നും അർത്ഥമുണ്ട്. കാള എന്നും അർത്ഥമുണ്ട്. അപ്പൊ ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കാളയെ ഉപയോഗിക്കാറുമുണ്ട്. അപ്പൊ വർഷണാത് വൃഷ എന്ന ശബ്ദം എടുക്കുക. വൃഷശ്ച കപിശ്ച. കപി എന്ന് പറയുമ്പോ കാത് പാതി എന്ന് പറയാം. കാത് പാതി ഇത് കപി. കാ ശബ്ദത്തിന് ജലമെന്നർത്ഥം. കാ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മാവ് എന്നർത്ഥമുണ്ട്, ജലമെന്നർത്ഥമുണ്ട്, അനേക അർത്ഥങ്ങളുണ്ട്. സുഖം എന്നർത്ഥമുണ്ട്, അനേക അർത്ഥങ്ങളുണ്ട്. അപ്പോ നമുക്കിവിടെ ജലം എന്നുള്ള അർത്ഥം എടുത്താൽ ജലത്തിൽ നിന്ന്, ജലരാശിയിൽ നിന്ന് രക്ഷിക്കുന്നവൻ, രക്ഷിച്ചവൻ എന്നർത്ഥം വരും. വരാഹ അവതാരത്തിൽ അവിടെ വിഷ്ണുവിന്റെ അവതാരഭാവം പ്രത്യേകം എടുക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ നാരസിംഹവപു, കൃഷ്ണ തുടങ്ങി അനേകം നമ്മൾ ശ്രദ്ധിച്ചു, ആദിത്യ തുടങ്ങി. അതുപോലെ വരാഹാവതാരത്തിൽ ജലരാശിയിൽ മുങ്ങിപ്പോയ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിച്ചവനാണ്. അതുകൊണ്ട് കാത് ജലാത് അഭ്യഹ പാതി, വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കപി എന്ന് പറഞ്ഞാൽ വരാഹമാണ്. വൃഷശബ്ദത്തിന് വർഷണം ചെയ്യുന്നത്, എല്ലാവർക്കും എല്ലാ മഹിമയെയും ദാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ധർമ്മം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് വരാഹരൂപം ധരിച്ചവൻ വൃഷാകപിയാണ്. അഥവാ സർവഭക്തർക്കും സകല അനുഗ്രഹങ്ങളെയും വർഷണം ചെയ്യുന്നത് കൊണ്ട് വൃഷനുമാണ്, ജലത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് കപിയുമാണ്. അങ്ങനെ വൃഷാകപി എന്നുള്ള ശബ്ദം വന്നു ചേരും. ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് വരാഹരൂപത്തെ ധരിച്ചിരിക്കുന്നവൻ എന്നോ, അല്ലെങ്കിൽ സർവമഹിമകളെയും സർവർക്കും പ്രദാനം ചെയ്യുന്ന വൃഷസ്വരൂപനും വരാഹസ്വരൂപനും ആയവനാരോ അവൻ എന്നും അർത്ഥം പറയാം. വൃഷാകപിഹി. അമേയാത്മാ. ഇതിനു മുമ്പ് അപ്രമേയ എന്ന് നമ്മൾ പഠിച്ചു. അതേ അർത്ഥമാണ് അമേയാത്മാ. ഒരിക്കലും മേയമല്ലാത്ത ആത്മസ്വരൂപത്തോടൊത്തവൻ. മേയം എന്നാൽ മാനത്തിന് വിഷയമാകുന്നത്, അളക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്, പ്രമാണത്തിന് വിഷയമാകുന്നത്. ഒരിക്കലും ഒരു പ്രമാണത്തിനും വിഷയമാകാത്ത സ്വരൂപം ആരുടേതോ അവൻ അമേയാത്മാ, അപ്രമേയാത്മാ, അപ്രമേയ എന്നൊക്കെ പറയാം. പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവൻ എന്നർത്ഥം. അമേയാത്മാ. സർവയോഗ വിനിസൃത. യോഗം ചേർച്ചയാണ്. സർവയോഗം എല്ലാ തരത്തിൽപ്പെട്ട ചേർച്ചകളൊക്കെ ബന്ധനങ്ങളാണ്. ഓരോന്നുമായുള്ള യോഗം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഷയങ്ങളുമായിട്ടുള്ള സന്ധികളാണ്, ചേർച്ചകളാണ്.
ആ ചേർച്ചകളിൽ നിന്നെല്ലാം, എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വിനിസൃതനായവൻ, മുക്തനായവൻ, വേർപെട്ടവൻ, ഒരു ബന്ധനവുമില്ലാത്തവൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകളൊക്കെ ആടുമ്പോഴും അവിടുത്തേക്ക് യാതൊരുവിധ ബന്ധനവുമില്ല. അപ്പൊ ഒരു തരത്തിൽപ്പെട്ട ബന്ധനവുമില്ലാതെ സർവയോഗങ്ങളിൽ നിന്നും സർവബന്ധങ്ങളിൽ നിന്നും വിനിസൃതനായവൻ, വെളിക്ക് പുറമേക്ക് നിലകൊള്ളുന്നവൻ എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥം, സർവയോഗങ്ങളിലൂടെയും സർവ അനുഷ്ഠാനങ്ങളിലൂടെയും നിഷ്പന്നനാകുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം, യോഗ സാധനകളിലൂടെ ആരെ നമുക്ക് പ്രാപിക്കാമോ, സൃ ധാതുവിന് ഗത്യർത്ഥമുണ്ട്. അപ്പൊ ആരിലേക്ക് വിശേഷേണ ഗമിക്കാമോ? എങ്ങനെ? സർവയോഗങ്ങളിലൂടെയും. ഭക്തിയോഗം, കർമ്മയോഗം, അഷ്ടാംഗാദി യോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെ അസംഖ്യേയങ്ങളായ യോഗങ്ങളുണ്ട്. യോഗം മുഴുവൻ അനുഷ്ഠാനമാണ്. അത്തരം അനുഷ്ഠാനങ്ങളിലൂടെ, യോഗങ്ങളിലൂടെ പരിപൂർണമായ ചിത്തശുദ്ധി കൈവരുന്നതിലൂടെ ആര് നിഷ്പന്നമാകുന്നുവോ, യോഗങ്ങളിലൂടെ ആര് വിനിസൃതനാകുന്നുവോ, പ്രാപിക്കപ്പെടുന്നുവോ, അവൻ സർവയോഗ വിനിസൃതൻ. രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം പറയാം. ഒന്നുകിൽ ഒരു ബന്ധനവുമില്ലാത്തവൻ, സർവബന്ധങ്ങൾക്കും ഉപരിയുള്ളവൻ എന്നർത്ഥം. അല്ലെങ്കിൽ യോഗ സാധനകളിലൂടെ ആരെ പ്രകടമാക്കുന്നുവോ, പ്രാപിക്കുന്നുവോ അവൻ. ഇങ്ങനെ വിഭിന്നങ്ങളായ അർത്ഥങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ ഈ ശ്ലോകത്തില് അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. ഇത്രയും ശബ്ദങ്ങളാണുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.